എന്താ കുഞ്ഞാപ്പ തിരിഞ്ഞളിക്കണേ? ആ കണ്ട് അതാണ്ട് ഇറങ്ങിയെടുത്തോളൂ കുഞ്ഞാപ്പോ. അയ്യടാ നിന്റെ കാലിന് മുറി കണ്ടില്ലേ? അവിടെ ചളിയാണ്. ഡോക്ടർ പറഞ്ഞിരിക്കണേ ഞാന് വെള്ളത്തിലൊക്കെ നടന്നിട്ട് അത്ര എന്റെ മുറി വയറ്റിക്കണ്. അപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കണ് വെള്ളം തട്ടിക്കരുതെന്ന്. അങ്ങനെ ഞാൻ 2 ആഴ്ചയായി കുടിച്ചിട്ട്. 2 ആഴ്ചയാ? വെള്ളം തട്ടിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ മുറി ഏറും. അപ്പൊ ആ തേങ്ങ എന്താ ചെയ്യെടുക്കാൻ? ആ തേങ്ങ അവിടെ ആ സ്ഥലത്തന്നെ വെള്ളം, അവിടെ ലേശം വെള്ളം ഉണ്ട്. ഇത് കാഞ്ച അതവിടെ കിടന്നോട്ടെ. എന്താ ആരും കൊണ്ടുപോടാ. ശരിയാണ്. എന്താ ചെയ്യാ? വെള്ളം പറ്റിയിട്ട് എടുത്തോണ്ടേക്കൊന്നാ. വെള്ളം പറ്റിയിട്ട് ഇവിടെ കിടക്കോളാം. എന്റെ അമ്മായിന്റെ മോളാറ്റാണ് അവിടെ കിടക്കാൻ. അല്ല അതൊക്കെ പോട്ടെ, എന്റെ അയൽവാസിയിൽ എന്താ വാർപ്പ് കഴിഞ്ഞാ? വാർപ്പുണ്ട് അയൽവാസിനെ വാർപ്പിച്ച് അറിഞ്ഞ മോനെ ഇമ്മണിയാരാണ് കഴിഞ്ഞത്. എന്നോട് പറയാനേ ഇന്ന് ഉമ്മ പറഞ്ഞ നമ്മളെ അയൽവാസിയില് വാർപ്പല്ലേ കഴിഞ്ഞപ്പോ 10 മണിക്ക് പൊറാട്ട ഉണ്ടാവും, ബിരിയാണി ഒക്കെ ഉണ്ടാവും. അങ്ങനെ മോനെ 10 മണിയൊക്കെ ഒരു കഞ്ഞിയാണ് കൊടുത്തിട്ടുണ്ട്. കാത്തുനിന്ന് 10 മണി കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് 1 മണി കഴിഞ്ഞിട്ട് കൊറേ സമയം കഴിഞ്ഞോണ്ട് കഞ്ഞി കൊടുക്കുന്നു. എന്നാ ഒരു കഞ്ഞി കുടിക്കാൻ വിളിച്ചില്ലട്ടാ. എന്നാ ഞാൻ വിചാരിച്ചു കഞ്ഞി കുടിക്കാന്ന്. എന്റെ അമ്മ ആണെങ്കിൽ എന്റെ അമ്മ എന്തോ ഒരു ഭാഗ്യത്തിന് രാവിലെ കടി ഉണ്ടാക്കിയിരുന്നു. ഒന്നും ഉണ്ടാക്കിണ്ടാവില്ല. അല്ല രാവിലെ കടി ഉണ്ടായിരുന്നു. അത് ഞാന് ഇമ്മപ്പ കടിയൊന്നും വേണ്ട, പൊറാട്ടി നേരത്തെ തിന്നോണ്ട് കടിയൊന്നും വേണ്ടാക്കി വെച്ച് അത് ഞാൻ എടുത്ത് തിന്ന്. ഇതൊന്നും കിട്ടിയില്ല വാർപ്പ്. പിന്നെ ഓര് പറഞ്ഞു വാർപ്പ് കഴിഞ്ഞിട്ടാണ് ബിരിയാണി കൊടുക്കോളൂ. വാർപ്പ് കഴിഞ്ഞിട്ടോ? അഹങ്കാരികള് യഥാ സാധനം വാർപ്പ് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ. ഉച്ചക്ക് ചോറ് കൊടുത്തില്ലേ? ഉച്ചക്ക് ഒന്നും കൊടുത്തില്ല. ഉച്ചക്ക് കഞ്ഞി ഒരു വണ്ടി വരുന്നുണ്ടടാ. ആ വാർപ്പിന്റെ വണ്ടിക്കാരാണ് തോന്നുന്നു. അത് വന്നോട്ടെ. എന്നിട്ട് ഇറങ്ങിന്നോ? എന്റെ കാൽമ കളിയാവോ? എന്നിട്ട് ഇറങ്ങിന്നോ? ഏതാണ് കുട്ടികൾ ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കുന്നത്? എന്നിട്ട് മനെ എന്നോട് പറയാനേ വാർപ്പ് ഈ വണ്ടിയാണ് പോയിക്കോട്ടെടാ. നല്ല കുത്ത് ഞാനാണ് കുത്തു. വണ്ടി അവിടുന്നോട്ടെ, അത് പോയിക്കോട്ടെ. എന്നിട്ട് എന്നോട് പറയാനേ അങ്ങോട്ട് നോക്കണ്ട, ഇത് പറയും. അങ്ങനെ മോനെ ഞങ്ങളൊക്കെ സന്തോഷിച്ച് ഇമ്മി സന്തോഷിച്ച് ഇമ്മ എന്നോട് സമാധാനിപ്പിച്ച് കുഞ്ഞാപ്പ പേടിക്കണ്ട ഒരു ബിരിയാണി വെച്ചിട്ട് അപ്പൊ ഞമ്മക്കുള്ളതുണ്ട്. ഒരു പറഞ്ഞിട്ട് ഉമ്മാനോട് ഇന്നലെ അവിടെ നാളെ വാർപ്പാണ് ഇട്ടാന്ന് മോനെ. എന്നിട്ട് വാർപ്പ കൊമ്പണിയാരായിട്ട് കഴിഞ്ഞ് ഞങ്ങൾ കാത്തുനിന്നിട്ട് ബിരിയാണി കിട്ടില്ല, ഒരു പൊന്തം കിട്ടില്ല, ഒരു ഏതാ സാധനം എല്ലാവർക്കും ഓരോരോ പൊതിച്ചോറ് കൊടുത്തു. ഞങ്ങൾക്കല്ല ആൾക്കാർക്കൊക്കെ. എന്നിട്ട് ഉമ്മാട് പറയാ എന്താ വിവാത്താത്ത പണിയൊക്കെ കഴിഞ്ഞാ ചോറും നല്ലൊക്കെ കഴിഞ്ഞാ? ഉമ്മാക്കൊണ്ട് കരി കറിയില്ലേ? ഉമ്മ പറയാ എന്താ ഈ നേരത്താണ് ഇപ്പൊ ചോറുന്നാല്? ചോറൊക്കെ ഉച്ചക്കല്ല തിന്ന ഇജ്ജ് എന്താ വർത്താനാ പറഞ്ഞു ചോദിച്ചു. ഉമ്മാക്ക് അതൊന്നല്ല, ഇമ്മി മുന്നമാരി മോയിച്ചേ കിട്ടുവെച്ചിട്ട്. എന്തായാലും ഞാൻ കുഞ്ഞാപ്പ എന്നോട് പറഞ്ഞില്ല അടുത്തത് നമ്മൾ ആഗ്രഹിക്കരുത്. അയൽവാസിയാണ് ഓൾക്ക് ഉണ്ടായാലല്ലേ തരാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് ചോറൊക്കെ വെച്ചു ഞങ്ങളോടൊന്ന് നെയ്ച്ചോറാണ് തട്ടി വിട്ടു. അപ്പൊ എന്തായാലും ഇത് തിന്നത് നന്നായി. ഞങ്ങള് വാർപ്പ് ഇത് ഓരോരുത്തർക്ക് ഓരോ കൊറാച്ച കൊടുത്തിട്ടോളൂ, ഓരോ പൊതി കൊടുത്തിട്ടോളൂ. അതുകൊണ്ടാണ് കുഞ്ഞാപ്പ് നമുക്ക് തരാഞ്ഞിട്ടാറ്. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊന്നും വേണ്ടാറ്. ഞാൻ മോനെ എന്നിട്ട് ആ റൂമിൽ പോയിട്ട് കൊറേ കരഞ്ഞ് വൈച്ചിട്ട് അത് നോക്കണ്ട. എന്നിട്ട് ഉമ്മ ഞാൻ കൊറേ ഉമ്മ അവിടെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ദോശ ഇട്ട് തന്നു. ഒരു 5 പാത്ത് ദോശാണ് തിന്നു. ഇന്നലെ ഉമ്മനെ കാത്തുക്കണ്ടോ? ഞമ്മക്ക് നാളെ കാണാം. ഈ തേങ്ങ എങ്ങനെ കിട്ടിയ നാളെ വന്നെടുത്തു വെള്ളം മാറ്റി വരല്ലേ? ഞാൻ പോട്ടടാ.